ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തൃക്കാർത്തികയാണ് കേട്ടോ. തൃക്കാർത്തികയ്ക്ക് ഇങ്ങനെ കമ്പിൽ കെട്ടിയിട്ട് ഹരിയോഹര എന്ന് വിളിച്ചിട്ട് നമ്മളെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കുത്താറുണ്ട്. കാര്യം എന്താണെന്ന് എനിക്കറിയത്തില്ല, അമ്മയുടെ തന്നെ നമുക്ക് ചോദിക്കാം കേട്ടോ. ഇത് എന്നിട്ട് എന്തോന്ന് അമ്മ ഇങ്ങനെ അത് പറയാനുള്ള എന്തോന്നാണ്? ഹരിയോഹര 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 എന്ന് പറഞ്ഞു. ഞാൻ ഓരോരുത്തർ വേറെയൊക്കെ വിളിക്കും. ഹരിയോഹരേണ ഹരിയോഹരേണ ഹരിയോഹര ഹരിയോഹര. ഞാൻ കേട്ടത് അരിയോഹര. ഹരിയോഹര ഹരിയോഹര. അങ്ങനെ കൊച്ചുകാലത്തൊക്കെ എന്തായിരുന്നു അമ്മ വിളിക്കണ? അതൊക്കെ എനിക്ക് അങ്ങനെ അത്രയ്ക്കൊന്നും അറിയാം. ഞാൻ ഹരിയോഹര എന്ന് മാത്രമേ അറിയുള്ളൂ. പക്ഷെ താഴെ ഉണ്ടല്ലോ ചാമള, അവരൊക്കെ എന്തൊക്കെയോ വിളിക്കും. എന്തൊക്കെയോ ഉണ്ട്, അത് കൊറേയൊക്കെ ഉണ്ട്. ഇന്നലത്തെ ദിവസമല്ലായിരുന്നു എന്തോന്നു വീട്ടിലെ പൊടിയെല്ലാം കൂടെ തൂത്തുവരി 3 മുക്ക് ചേർന്ന സ്ഥലത്ത് 4. അത് 1-ാം തീയതിക്കാണ്. 1-ാം തീയതിക്കായിരുന്നാ? അത് ഓണത്തിനാണ്. ഓണത്തിനാണ്. ഞാൻ ഇതിനായിരിക്കും. അതാണ് നഞ്ചും പിഞ്ചും കളയണത്. നഞ്ചും പിഞ്ചും. ദേവു ആണ്ടി ഇതൊക്കെ നോക്കിക്കോ, അടുത്ത വർഷം ചെയ്യാനുള്ള മൂത്തേമ്മ ചെയ്യണേക്ക് നോക്കിക്കോ. തെറ്റിപ്പൂ, ഒരു ഇണക്ക് തെറ്റിപ്പൂ മേടിച്ചോണ്ട് ഇണക്ക്. അപ്പോൾ ഇതാ ഞാൻ അമ്മ പറഞ്ഞ കണക്ക് ഒരു ഇണക്ക് തെറ്റിപ്പൂ പറിച്ചുകൊണ്ട് കൊടുക്കും. ഇതിൽ കുത്തി വെച്ചിട്ട് കൊണ്ടുപോയി കെട്ടാനായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ചന്ദനത്തിരിയും തെറ്റിപ്പൂ അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവാലും മതിയെന്ന് തോന്നുന്നു. ഞാൻ ഇവിടെ ഒരു കൊല തെറ്റിപ്പൂവാണ് കേട്ടോ അമ്മയ്ക്ക് പറിച്ചുകൊണ്ട് കൊടുത്തതും. അത് തെറ്റിപ്പൂവും ചന്ദനത്തിരിയും എല്ലാം കൂടി കെട്ടിയിട്ട് കറക്റ്റ് 6 മണിയാവുന്ന സമയത്താണ് നമ്മളിത് ഈ കൊതുമ്പൻ ചൂട്ടിൽ എണ്ണ ഒഴിക്കും കേട്ടോ, നന്നായിട്ട് കത്താനായിട്ട്. ഈ വെള്ളത്തുണി ചുറ്റിയാലും നല്ലോണം കത്തും. പക്ഷേ ഇപ്പോഴത്തെ വെള്ളത്തുണി അമ്മ പറയുന്ന പോളിസ്റ്റർ കണക്ക് ഇരിക്കുന്ന അത് പെട്ടെന്ന് കത്തത്തില്ല, ഉരുവി പിടിക്കത്തേ ഉള്ളൂ, കത്താൻ പാടാണ്. അതുകൊണ്ട് നമ്മൾ നേരെ കൊതുമ്പൻ ചൂട്ടിലാണ് കേട്ടോ നേരിട്ട് കത്തിക്കുന്നത്. ദേവുവാണെങ്കിൽ ഉണ്ണിഗണപതിനെ കണക്ക് വിളക്കിന് മുന്നേ ചെന്ന് ഇത് എന്തൊക്കെയാണ് ചെയ്യണം, തമ്പാട്ടിയാണെന്നൊക്കെ പറഞ്ഞ് കൊച്ച് ഒളിച്ച് നിന്നൊക്കെ നോക്കരുത്, എന്താ സംഭവം എന്ന് അറിയാനും വയ്യ. എന്തായാലും ഇതൊക്കെയാണ് ദേവുവിൻ്റെ പരിപാടികൾ. അമ്മ പറഞ്ഞായിരുന്നു അത് തീരെടുത്തെന്ന് വരല് കൈ പൊള്ളുമെന്ന്. അങ്ങനെ ഇതാ പിണങ്ങിപ്പോയിരിക്കുന്നതാണ് കേട്ടോ, അമ്മയുടെ അടുത്ത് പിണങ്ങിയിട്ട് പോയിരിക്കുന്നതാണ് ദേവും. അമ്മ അതാ കറക്റ്റ് 5:55 ആയപ്പോൾ തന്നെ അതാ എണ്ണയൊക്കെ ഒഴിച്ച് എല്ലാം സെറ്റാക്കി വെച്ച് കേട്ടോ. എന്നിട്ട് കറക്റ്റ് 6 മണിയായപ്പോഴത്തേക്ക് നിരപ്പോടിട്ടിട്ട് അത് വിളക്കം കത്തിച്ചിട്ട് ഈ അരിയോഹരയ്ക്ക് തീ കൊടുക്കുകയാണ്. ഇത് നല്ലോണം ആളിക്കത്തിയ ശേഷമാണ് അത് അവിടെ ഒരു സ്ഥലത്ത് ഹരിയോഹര എന്ന് വിളിച്ചിട്ട് കൊണ്ടുപോയി കുത്തി വയ്ക്കാറുള്ളൂ കേട്ടോ. അപ്പം നല്ല രീതിക്ക് ആളിക്കത്താനായിട്ട് നോക്കിയാണ്. ദേവുവാണെങ്കിൽ ഇപ്പോഴേ തമ്പാട്ടിയെന്ന് പറഞ്ഞ് തൊഴുവാണ് കേട്ടോ. അപ്പം അതാ നമ്മൾ ഊതിയൊന്നും കത്തിച്ചുകൂടാ, അല്ലാതെ തന്നെ ഇത് കത്തി പിടിക്കണം നല്ലോണം. എണ്ണ ഒഴിച്ചേക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം പെട്ടെന്ന് കത്തി പിടിച്ച കേട്ടോ. എന്നിട്ട് ഞാനും അമ്മയും ദേവവും കൂടി വീടിൻ്റെ ചുറ്റാകെ നടന്ന് ഹരിയോഹര എന്നൊക്കെ വിളിച്ചിട്ട് കൊണ്ട് കുത്താൻ വരുന്ന നല്ലൊരു കാറ്റടിച്ചത് ആ കത്തി വെച്ചിരുന്ന സാധനം അണച്ചു കളഞ്ഞ കേട്ടോ. എന്നിട്ട് വന്നിട്ട് അത് കാർത്തിക വിളക്കും മെഴുകുതിരിയൊക്കെ കത്തിക്കാനായിട്ട് ഓരോന്നായിട്ട് എടുത്തു വയ്ക്കും. ഇത് 35 രൂപ കൊടുത്ത് നമ്മളിവിടെ താഴത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. എന്നിട്ടും ആ സമയത്ത് അമ്മയാണെങ്കിൽ വിളക്കിന് വെച്ച് കൊടുക്കും ഈ പുഴുങ്ങുന്ന സാധനങ്ങളെല്ലാം കൂടി ചേമ്പ്, നനകിഴങ്ങ്, നീലക്കാച്ചിൽ അങ്ങനെയൊക്കെയുള്ള കുറേ സാധനങ്ങളെല്ലാം കൂടി പുഴുങ്ങിയത് വിളക്കിന് വെച്ച് കൊടുത്തു. ആ സമയത്ത് ഞാൻ കാർത്തിക വിളക്കിലെല്ലാം എണ്ണയും തിരിയൊക്കെ വെച്ച് അത് കത്തിച്ചിട്ട് വെക്കാനുള്ള ഒരു പ്ലാനിലാണ് കേട്ടോ ഞാൻ. സിറ്റികളിൽ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയത്തില്ല. എല്ലാ നാട്ടുമ്പുറത്തും സാധാരണയായിട്ട് സ്വാഭാവികമായിട്ടും ചെയ്യുന്ന കാര്യമാണ്. ഇപ്പം എല്ലാവരും ചെയ്യണമെന്നൊന്നും ഇല്ല. പക്ഷെ എൻ്റെ വീടിനടുത്തുള്ള എല്ലാവരുടെ വീട്ടിലും അത് ഇതേപോലെ കാർത്തിക ദീപമൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒരു രസമല്ലേ. ഫുള്ളായിട്ട് കത്തിയിട്ട് ലൈറ്റൊക്കെ ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും നല്ല രസമാണ്. കാരണം വർഷത്തിൽ ഒരിക്കലും നമ്മൾ ഇതൊക്കെ ചെയ്യാറില്ല. ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര മനസ്സുഖമാണ് കേട്ടോ. എന്നിട്ടും അതൊക്കെ കഴിഞ്ഞ് ഈ കാർത്തിക വിളക്കൊക്കെ കത്തിച്ച് അതിൻ്റെ ഒരു ഭംഗി കണ്ടു തീർന്ന ശേഷം എന്താ എനിക്കിഷ്ടപ്പെട്ട കാച്ചിലാണ് കേട്ടോ നീലക്കാച്ചിൽ. അപ്പോഴത്തേക്ക് അതും അത് മുളകും കൂടി അത് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അതുപോലെ മുളകിന് നല്ല എരിയായിരുന്നു കേട്ടോ. അമ്മയാണെങ്കിൽ കഴിച്ചിട്ട് ഒന്ന് എക്സ്പ്രഷൻ ഇട്ട് കാണിച്ചു അമ്മ എന്ന് പറഞ്ഞപ്പോൾ അമ്മ കഴിച്ചിട്ട് ഇപ്പോൾ കാണിച്ചു തരും കേട്ടോ എക്സ്പ്രഷൻ. അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അതും കൂടി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരാം. ബൈ. Yeah.